പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓണം കളർഫുൾ ആക്കുവാൻ UDFന്റെ ആദ്യത്തെ ഓണം തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളുമായി നമ്മളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള മേനോൻ സാർ എത്തിയിരിക്കുന്നു. ഈ ഓണം എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇല്ല സാറേ, ഞങ്ങള് കണ്ടിട്ടില്ല. കുറച്ച് അന്ധമായിട്ട് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരും കുറച്ച് അന്ധമായിട്ട് വിശ്വസിക്കുന്ന മുസ്ലിം ലീഗുകാരും മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്ങനെയാണ് സാറേ, ഒന്ന് പറഞ്ഞേ. എല്ലാ ആവശ്യങ്ങൾക്കും വിലക്കയറ്റം നിയന്ത്രിച്ച് ആവശ്യങ്ങൾക്ക് പണം കൊടുത്തതും വിലക്കയറ്റം നിയന്ത്രിച്ചതൊക്കെ നല്ല കാര്യം സാറേ. പക്ഷെ ഇത് കേരളത്തിലെ കാര്യം തന്നെയാണ് സാർ പറയുന്നത്. വില കൂടുതലാണ്. ഏതൊക്കെയാണ് കൂടിയിരിക്കുന്നത് ഇത്തവണ? പച്ചക്കറി എല്ലാം തന്നെ വില കൂടുതലുണ്ട്. കഴിഞ്ഞ തവണത്തെ ഓണത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ വില കൂടിയിട്ടുണ്ടെന്നാണ് ഇത്തവണത്തെ ഒരു ഫീലിംഗ്. എങ്ങനെയാലും 10-20% കൂടിയിട്ടുണ്ട്. പലചരക്ക് സാധനങ്ങളുടെ ഒരു സ്ഥിതി എന്താ? അതും കൂടിയിട്ടുണ്ട്. പഞ്ചസാരക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അരി, അതുപോലെ തന്നെ അരി, പഞ്ചസാര, പയർ എല്ലാം ഭയങ്കര വില തന്നെയാണ്. നല്ല വലിയ വില വർധന ഉണ്ടോ ഇത്തവണ? വില വർധനവുണ്ട്. എല്ലാത്തിനും ഭയങ്കര വില തന്നെ. കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് ഭയങ്കര ഇത് തന്നെയാണ്, കൂടുതൽ തന്നെയാണ്. ഇത് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആക്കിയെടുക്കാനുള്ള ഒരു ഇതൊക്കെ ആക്കി വന്നു ഇതൊക്കെ. കാരണം വെച്ചാല് ഇപ്പൊ പച്ചക്കറി പോട്ടെ, ഈ പലചരക്ക് സാധനം പഞ്ചസാരക്ക് ഇപ്പൊ 65 രൂപ പഞ്ചസാരക്ക് വില, 70 രൂപ പഞ്ചസാരയുടെ വില. ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കഴിഞ്ഞ ഓണത്തിന് പലതും നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് മുമ്പ് ഇടതുപക്ഷത്തുള്ളവരൊക്കെ പറഞ്ഞത്. ഇത്തവണത്തെ ഈ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടോ, പിടിവിട്ട് പോയിട്ടുണ്ടോ? അല്ല, ഞാനിതിലെ രാഷ്ട്രീയം പറഞ്ഞല്ലേ. രാഷ്ട്രീയം പറയാം. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ സമയത്തും വില വർധനവ് ഒരു പരിധി വരെ പിടിച്ചു നിന്നു. ഇത്രയൊന്നും പറയാറില്ല. ഇപ്പൊ ഇന്നത്തെ പഞ്ചസാരയുടെ വില 70 രൂപ പഞ്ചസാരയുടെ വില. ഒറ്റയടിക്ക് 35 രൂപ 40 രൂപ കൂടിയേക്കണ. ഈ അരിക്ക് വില കൂടിയില്ലേ? എന്തിനാ വില ഇല്ലാത്തത്? എല്ലാത്തിനും വില കൂടി. സാധാരണക്കാർക്ക് ജീവിക്കേണ്ടത്. ഇവിടെ അത്തരത്തിലുള്ള പ്രതികാരം ഇവിടെ നിന്ന് ഒന്നുമില്ല, ഒരു സാധനമില്ല. അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ വന്നിട്ട് മടങ്ങി പോകുന്നത്. ഇപ്പൊ ഇന്ന് വന്നപ്പോ 1/2 കിലോ പരിപ്പാണ് ആകെ ഉള്ളത്, വേറെ ഒന്നുമില്ല. ഒരു 5-8 മാസമായിട്ട് ഇങ്ങനെ തന്നെയാണ്, സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. നമുക്ക് സബ്സിഡിയിൽ കിട്ടുന്ന ഒരു സാധനവും ഇല്ലായിരുന്നു. അതിൽ പഞ്ചസാര മാത്രം കിട്ടി, ഡിസ്കൗണ്ട് ഉള്ളത് കിട്ടി. അരിയില്ല, മുളകില്ല, ഉഴുന്നില്ല, കുറേ ആയിട്ട് സാധനങ്ങളുണ്ട്. ഇത് ഞങ്ങൾ കടലിൽ പണിക്ക് പോകുന്നവരാ, മീൻ പിടിക്കാൻ പോകുന്നവരാ. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടുന്ന് കുറഞ്ഞവർക്ക് കിട്ടിയാന്ന് വെച്ചിട്ട് ഇവിടുന്ന് വാങ്ങാൻ വരും. അവിടെ ഇല്ലാന്നാ പറയുന്നത്. നമ്മുടെ സർക്കാരിന്റെ അല്ല, നമ്മളെങ്ങനെയാ പറയാ കുറ്റം? സാധനം ഒന്നുമില്ല, കുറെ പ്രാവശ്യം വന്ന് മടങ്ങി പോകുന്നത്. എന്താണെന്ന് അറിയില്ല, ഈ മാസം ഒരു സാധനം കിട്ടില്ല. പുറത്തുനിന്ന് വാങ്ങുന്നത് നമുക്ക് ഒക്കുന്നില്ല. ഇപ്പൊ 2 മാസമായിട്ട് ഇപ്പോ ഒന്നും കിട്ടുന്നില്ല സാധനം. സാമ്പത്തിക പ്രതിസന്ധി എന്ന പതിവ് ന്യായം പറഞ്ഞ് സപ്ലൈകോയ്ക്കും സർക്കാരിനും രക്ഷപ്പെടാം. എന്നാൽ ഇവിടെ വരുന്ന പാവങ്ങൾ എന്തു ചെയ്യണമെന്ന് കൂടി പറഞ്ഞു തരേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തില് UDF അധികാരത്തിൽ വന്നിട്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഓണമില്ല. മുഖ്യമന്ത്രിയുടെ തള്ളു മാത്രമേ ഉള്ളൂ.